2 ദിവസമേ വീക്കെൻഡ് ഞാൻ എൻ്റെ പേരൻസിൻ്റെ അടുത്ത് പോയിരിക്കുമായിരുന്നേ. പേരൻസിൻ്റെ അവിടെ ചെല്ലുമ്പോൾ നമ്മളെപ്പോഴും അമ്മമാരുണ്ടാക്കി തരുന്ന ഫുഡ് കഴിക്കുക അല്ലേ? അത് സ്ഥിരം പരിപാടിയാണല്ലോ. എനിക്ക് വല്ലപ്പോഴും കിട്ടുന്നൊരു ചാൻസാണേ മമ്മി ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കാൻ. അതിന് ശരിക്കും ഒരു ഭാഗ്യമാണ് അല്ലേ? നമ്മുടെ അമ്മമാരുടെ ആ കൈപ്പുണ്യം അതൊക്കെ ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായി അല്ലോ. പണ്ടൊക്കെ നമ്മൾ ആ കഴിക്കുന്നത് തരുന്നത് കഴിക്കുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ പിള്ളേർക്ക് നമ്മൾ എന്ത് കൊടുത്താലും അവർക്ക് പല ചോയ്സാണ് അല്ലേ? അവർക്കത് വേണ്ട, മറ്റേത് മതി എന്നുള്ളതല്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. പഴയ കാലഘട്ടത്തിൽ നമ്മൾ എന്ത് തന്നാലും അവർ കഴിക്കും. പക്ഷെ ഇപ്പം നമുക്ക് ഇത്രയൊക്കെ നമ്മൾ ആയിക്കഴിഞ്ഞപ്പം നമുക്ക് നമ്മുടെ പേരൻസിൻ്റെ ഫുഡെന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് മമ്മിയൊക്കെ ഉണ്ടാക്കുന്ന ഫുഡെന്ന് പറഞ്ഞാൽ അയ്യോ അത് കഴിഞ്ഞ് വേറെ ഒന്നുമില്ല. മമ്മി ഉണ്ടാക്കി തന്ന കപ്പയും മീൻകറിയും മീൻ പറ്റിച്ചതും ചോറും മോരുകറിയും എനിക്ക് പറയാൻ വയ്യ. അതുപോലത്തെ ഫുഡാണ് മമ്മി ഉണ്ടാക്കി തന്നത്. ഞങ്ങൾ ഒത്തിരി കസിൻസ് ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും നല്ലപോലെ കഴിച്ചു, ഞാനും. എനിക്ക് വല്ലപ്പോഴും കിട്ടുന്ന ചാൻസല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നു ഇന്നലെ. ഇപ്പം എന്താ എൻ്റെ പരിപാടി? നടക്കുക. രാവിലെ ജിമ്മിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അത് നടന്നില്ല. അപ്പം ഞങ്ങളുടെ അടുത്ത് തന്നെ നല്ലൊരു നടക്കാനുള്ള ഏരിയ ഉണ്ട്. അപ്പം ഞാനിങ്ങനെ നടക്കുവാണേ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, നമുക്ക് ഈ അമ്മമാരുണ്ടാക്കി തരുന്ന ഫുഡേ അത് മിസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ? ഞാനുണ്ട് കേട്ടോ. എനിക്ക് വല്ലപ്പോഴും കിട്ടുന്നൊരു ചാൻസാണ്. ഞാനത് മിസ് ചെയ്യത്തില്ല അല്ലേ? ഇങ്ങനെ ഈ എക്സ്പീരിയൻസ് കൂടി പോയ ആൾക്കാരൊക്കെ ഉണ്ടോ? ചിലപ്പോൾ അമ്മമാർ കൂടെയുള്ള ആൾക്കാരുണ്ട്, അത് ഒരു ഭാഗ്യമുള്ളവർ അല്ലേ? അമ്മമാരുടെ ഫുഡ് കഴിക്കുക, അവർ ഭയങ്കര ലക്കി ആൾക്കാരാണ് എന്ന് ഞാൻ പറയും. അപ്പോൾ ഞാൻ എന്നാൽ ബാക്കി നടക്കട്ടെ.